കോഴിക്കോട് ബാലുശ്ശേരി കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടു. മലബാർ ദേവസ്വം ബോർഡ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണ ഉരുപ്പടികൾ കുറവ് കണ്ടെത്തിയത്. 2016 ചുമതലയേറ്റ ബാലുശ്ശേരി കോട്ട ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നാണ് കണ്ടെത്തൽ. വിനോദിനെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത്. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, ഇപ്പോൾ ഈ ശബരിമല വിവാദത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണോ ഇപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞത്? ദിവ്യ, ഈ 2016 ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തേക്ക് വിനോദ് വരുന്നത്. ബാലുശ്ശേരിക്കോട്ട ക്ഷേത്രത്തിൽ ചുമതലയേൽക്കുന്നത്. ഇതിനുശേഷം 2023 ഇയാൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ സമയത്ത് അതിനുശേഷം 3 എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ് ഇവിടെ ചുമതലയേറ്റത്. ഇതിൽ 2 പേരും ഇതിനോടകം തന്നെ ഇയാളോട് ഈ ഉരുപ്പടികളുടെ വിവരം ചോദിച്ചിരുന്നു. എന്നാൽ ഇത് കൃത്യമായി എടുത്തു കൊടുക്കാനോ ഈ വിവരങ്ങൾ നൽകാനോ ഇയാൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇതിന് മുൻപ് 2024 ചുമതലയേറ്റ ദിനേശ് എന്ന എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇയാളോട് ഈ വിവരങ്ങൾ ആരായുകയും ഈ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഇയാളെ സെപ്റ്റംബർ 18 ഈ വിനോദിനെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തുകയും പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളിൽ നിന്ന് വഴിപാട് ആയി വാങ്ങിയ സ്വർണത്തിൽ കുറവുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത് എത്രത്തോളം കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നാളെയാണ് ഇതിന്റെ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുക. എന്തായാലും നാളെ ഈ ഒക്ടോബർ 3 തന്നെ ഇയാളോട് നഷ്ടപ്പെട്ട സ്വർണം തിരികെ എത്തിക്കാൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒക്ടോബർ 3 ഇയാൾക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഒക്ടോബർ 8 വരെ, അതായത് നാളെ വരെയാണ് ഇയാൾക്ക് തിരിച്ചെത്തിക്കാനുള്ളൊരു സമയം ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ ചെറിയ രീതിയിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നാളെ കൃത്യമായ റിപ്പോർട്ട് ലഭിക്കണം. ഈ മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായി മൂന്നാമതായി തന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് സ്വർണം നഷ്ടപ്പെട്ടത് എന്ന് വിനോദ് സമ്മതിച്ചിട്ടുണ്ടോ? തീർച്ചയായും ദിവ്യ, ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ ഈ ലോക്കറിൽ തന്നെയായിരുന്നു, ക്ഷേത്രത്തിലെ ലോക്കറിൽ തന്നെയായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഏത് വിധേനയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വിനോദ് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഇത് തിരികെ എത്തിക്കാനും ഇയാൾ ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് തന്നെ സ്വർണം തിരികെ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, ഏത് വിധത്തിലാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഇയാൾ തയ്യാറായിട്ടില്ല. നാളെ വീണ്ടും ഇയാളെ ഈ പരിശോധിക്കുന്നുണ്ടാവും. നാളെയാണ് സ്വർണം തിരികെ എത്തിക്കാനുള്ള ഒരു സമയം കൃത്യമായി നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 8 തന്നെ കൃത്യമായി എത്തിക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇയാൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ സ്വർണം തിരികെ എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഒക്ടോബർ 3 തിരികെ എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും എത്തിച്ചിട്ടില്ല. നാളെ വരെ സമയം നൽകിയിട്ടുണ്ട്. ഈ ദിനേശ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുറന്ന് പരിശോധിക്കുന്നത്, ഇയാളെ വിളിച്ചു വരുത്തി പരിശോധിക്കുന്നത്. ഇത് 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു പരിശോധന നടക്കുന്നത് പോലും. ഇതിന് മുൻപുണ്ടായിരുന്ന 2 എക്സിക്യൂട്ടീവ് ഓഫീസർമാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ദേവസ്വം ബോർഡിന് പരാതി നൽകിയിട്ടും നോട്ടീസ് നൽകിയിട്ടും ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ഉണ്ട്. ദിവ്യ, ശബരിമലയിൽ നിന്ന് മാത്രമല്ല മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും സമാനമായ രീതിയിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ബാലുശ്ശേരി കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലാണ് സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടു എന്ന് പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ദൃശ്യ പുതിയടത്ത് നൽകിയത്.